അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശമ്പരമുനി തപസ് ചെയ്ത സ്ഥലമായതിനാൽ ശമ്പരവട്ടം എന്ന നാമം ലഭിച്ചു. ശമ്പരവട്ടം കാലാന്തരമായി ലോപിച്ച് ചമ്രവട്ടമായി മാറി എന്നാണ് പറയപ്പെടുന്നത്. ഭാരതപ്പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രത്തിന് 400 വർഷത്തിലേറെ പഴക്കമുണ്ട്. ചമ്രവട്ടത്ത് അയ്യപ്പൻ പ്രകൃതിയുടെ ദേവനാണ്. പ്രകൃതി തന്നെയാണ് അയ്യപ്പൻ എന്നാണ് സങ്കല്പം. മഴക്കാലത്ത് ഭാരതപ്പുഴ ഒഴുകിവന്ന് ക്ഷേത്രത്തിലെ വിഗ്രഹം മുങ്ങുന്ന പതിവുണ്ട്. ആറാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പ്രഭ എന്ന ഭാര്യയോടും സത്യകൻ എന്ന മകനോടും കൂടിയുള്ള ഗ്രഹസ്ഥ ശാസ്താവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. കൂടാതെ ഉപദേവതകളായി ഗണപതി, ശിവൻ, വിഷ്ണു, സുബ്രഹ്മണ്യൻ, ദുർഗ, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാവാമുകുന്ദ ക്ഷേത്രവും തൃപ്രങ്ങോട് ശിവക്ഷേത്രവും സന്ദർശിച്ച ശേഷമാണ് ഞങ്ങൾ ചമ്രവട്ടം അയ്യപ്പക്ഷേത്രം സന്ദർശിക്കാനായി പുറപ്പെട്ടത്. ഈ കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. ചമ്രവട്ടം പദ്ധതിയുടെ പേരിൽ അറിയപ്പെടുന്ന ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പ്രോജക്റ്റ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയെയും തിരൂരിനെയും ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ച് ഇതിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒപ്പം മലപ്പുറം ജില്ലയിലെ ജലസേചനത്തിനായി പാലത്തിൽ 70 ഷട്ടറുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. 1984 ജലസേചനത്തിന് പ്രാമുഖ്യം നൽകി നിർമ്മാണം ആരംഭിച്ച പാലം മൂലം കൊച്ചി കോഴിക്കോട് യാത്രയ്ക്ക് 38 കിലോമീറ്റർ കുറവുള്ള പുതിയൊരു പാത ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. ഭാരതപ്പുഴയിൽ 13 കിലോമീറ്റർ നീളത്തിലും 6 മീറ്റർ ഉയരത്തിലും ജലം സംഭരിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. ചമ്രവട്ടം അയ്യപ്പസ്വാമി ക്ഷേത്രം ഭാരതപ്പുഴയിലെ ഒരു തുരുത്തിലാണ് ഉള്ളത്. ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തും വെള്ളം നിറഞ്ഞതിനാൽ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ വേണ്ടി ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തൃപ്രങ്ങോട്ട് പഞ്ചായത്തിലാണ് ചമ്രവട്ടം അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രത്തിന് 400 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഞങ്ങൾ പാലത്തിലൂടെ നടന്ന് ക്ഷേത്ര തിരുമുറ്റത്ത് എത്തിച്ചേർന്നു. തിരുമുറ്റത്തിന് അപ്പുറം ഒരു നടപ്പന്തൽ സ്ഥിതി ചെയ്യുന്നു. താരതമ്യേന വലിപ്പമുള്ള നടപ്പന്തലാണ് ഇത്. നടപ്പന്തലിനപ്പുറം ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ധർമ്മശാസ്താവാണ്. പ്രഭ എന്ന ഭാര്യയോടും സത്യകൻ എന്ന മകനോടും കൂടിയുള്ള ഗ്രഹസ്ഥ ശാസ്താവാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ചമ്രവട്ടത്ത് അയ്യപ്പൻ പ്രകൃതിയുടെ ദേവനാണ്. പ്രകൃതി തന്നെയാണ് അയ്യപ്പൻ എന്നാണ് സങ്കല്പം. ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഉപദേവതകളായി ഗണപതി, ശിവൻ, വിഷ്ണു, സുബ്രഹ്മണ്യൻ, ദുർഗ, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ സ്വാഭാവികമായി ആറാട്ട് നടക്കുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചമ്രവട്ടം അയ്യപ്പ സ്വാമി ക്ഷേത്രം. മഴക്കാലത്ത് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകി വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുമ്പോഴാണ് ഇവിടുത്തെ ആറാട്ട് നടക്കുക എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. തന്മൂലം ഈ ക്ഷേത്രത്തിൽ പ്രത്യേകമായി കൊടിയേറ്റുത്സവവും ആറാട്ടുമില്ല. 2013 മാർച്ച് 2 ഉണ്ടായ അഗ്നിബാധയിൽ ഈ ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയും ചുറ്റമ്പലവും പൂമുഖവും ശ്രീകോവിൽ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. പിന്നീട് പുനർനിർമ്മിച്ചതാണ് ഇന്ന് കാണുന്നവ. ശബരിമല ക്ഷേത്രത്തിൽ ചില പ്രത്യേക പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്ക് വിലക്കുള്ളതിനാൽ അയ്യപ്പ ദർശനത്തിനായി സ്ത്രീകൾ ആശ്രയിക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. ക്ഷേത്ര സവിശേഷതകൾ കൊണ്ടും അയ്യപ്പക്ഷേത്രമായതിനാലും മണ്ഡല വിളക്ക് കാലത്ത് ചമ്രവട്ടം തീർത്ഥാടകരെ കൊണ്ട് സമ്പന്നമാണ്. വൃശ്ചികം 1 മുതൽ ധനു 11 വരെ നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലത്തിനാണ് ക്ഷേത്രത്തിൽ പ്രാധാന്യം. മണ്ഡലകാലത്തെ അവസാന 11 ദിവസം
അഥവാ ധനുമാസത്തിലെ ദിവസങ്ങൾ അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. ചമ്രവട്ടം എന്ന പേര് ഉത്ഭവിച്ചതിനെപ്പറ്റി പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. അതിലൊന്ന്, ഈ സ്ഥലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വനപ്രദേശമായിരുന്നുവെന്നും ഈ സ്ഥലത്ത് ശമ്പരൻ എന്ന മഹർഷി തപസ്സനുഷ്ഠിച്ചിരുന്നുവെന്നും അതുകൊണ്ട് അതിനു ചുറ്റുമുള്ള പ്രദേശം ചമ്രവട്ടം എന്ന് അറിയപ്പെടുകയും ചെയ്തു. പിന്നീട് ചമ്രവട്ടമായി മാറുകയും ചെയ്തു എന്നതാണ്. കാനനമധ്യത്തിൽ ധർമ്മശാസ്താവ് പത്മാസനാവസ്ഥയിൽ ചമ്രം പടഞ്ഞിരുന്നുവെന്നും അങ്ങനെ ചമ്രവട്ടം എന്ന സ്ഥലനാമം ഉണ്ടായി എന്നുമാണ് മറ്റൊരു ഐതിഹ്യം.